ഹലോ ഗായ്സ് ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ രാവിലെ സമയം 5:57. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റു. നമ്മളിപ്പോൾ പാലക്കാട് പോവാണ്. നല്ല മഴയുണ്ട്. എനിക്ക് സത്യമായിട്ട് ഉറക്കം വന്നിട്ട് വയ്യ, പക്ഷെ ഞാൻ വരാമെന്നും പറഞ്ഞു പോയി. അതുകൊണ്ട് ഐ ഹാവ് ടു ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ കാർ ഇട്ടിട്ട് ഇനിയും കാറിലെ സാധനങ്ങളൊക്കെ ജീപ്പിൽ വെച്ചിട്ട് നമ്മൾ ജീപ്പിലായിരിക്കും മേളിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ബൈ. ജീപ്പ് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നാസർ ചേട്ടൻ്റെ ജീപ്പിലാണ് നമ്മൾ പോണത്. നമ്മൾ വണ്ടി കൊണ്ടിട്ടത് തോമസ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പോണ വഴി ഫുൾ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ആക്ച്വലി നല്ല രസമാണ്, കാടും മലയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. പക്ഷേ ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ പിടിച്ചിരുന്നില്ലെങ്കിൽ മേളിലെത്തുമ്പോഴത്തേക്കിനും എൻ്റെ കാര്യത്തിലും എൻ്റെ ഫോണിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ നോക്കൂ, എന്തൊരു കുറേ ഇവിടെ ആക്ച്വലി നല്ല മഞ്ഞുണ്ട്. ഫോണിൽ അതൊന്നും കാണാൻ പറ്റുന്നില്ല. സോ ബ്യൂട്ടിഫുൾ. മല കാണുന്നേ ഇല്ല, അപ്പുറത്തൊക്കെ ഫുൾ മലയാണ്. പക്ഷെ ഇപ്പം മഞ്ഞ് മൂടിയിട്ട് മലകൾ കാണാൻ പറ്റുന്നില്ല. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ എന്താ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി മുഖം കഴുകാനായിട്ട്. അകത്ത് ആക്ച്വലി കഴുകാമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ വീഡിയോ വെക്കാനായിട്ട് സ്ഥലവും ഉണ്ടായില്ല, പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റും ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ പുറത്ത് തന്നെ എടുക്കാം. അപ്പോൾ ആ പൈപ്പ് ആക്ച്വലി നമ്മൾ പൂട്ടില്ല, അത് നേരെ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളം. അപ്പം നമ്മൾ പൂട്ടിക്കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടും. സോ നല്ല പ്യോർ ശുദ്ധമായ വെള്ളം, നമ്മൾ അതിന് കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല തണുത്ത വെള്ളം. നല്ല അടിപൊളി ക്ലൈമറ്റ് ഇവിടെ. സോ ഗുഡ്. നോക്കൂ ഗൈസ്, നല്ല what a beautiful climate, what a beautiful place. നോക്ക്, മൊത്തം മഞ്ഞൊക്കെ
ഇതിലൊന്നും കാണുന്നില്ല മഞ്ഞ്. അതീ നോക്കൂ, ശ്രദ്ധിച്ച് നോക്ക്, ഇവിടെയൊക്കെ വെള്ള. ഓ, എന്തൊരു സമാധാനം ഇവിടെ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ചുമ്മാ തെണ്ടി നടക്കാം. ഗൈസ്, അപ്പം ഞാനിങ്ങനെ മേളിലേക്ക് വന്നു. നമ്മളെ വീട് താഴെയാണ്. ഇവിടെ അത് ഗോഡൗൺ ആണ്. അതിൻ്റെ അകത്ത് നമ്മളുടെ പട്ടിക്കുട്ടിയുണ്ട്. തണുപ്പായതുകൊണ്ട് ഇപ്പം അതിനെ പുറത്തിടാറില്ല. അതിൻ്റെ അകത്താകുമ്പോൾ അതിങ്ങനെ നല്ല കോസി കംഫർട്ടായിട്ട് അതിന് കിടക്കാൻ പറ്റും. ഇവിടെ നല്ല സുഖം. ആക്ച്വലി മഴ പൊടിയുന്നുണ്ട്, പക്ഷേ ഞാനിങ്ങനെ ഇവിടെ വായി നോക്കി നിൽക്കും. ഇവിടെ ആരുമില്ല എൻ്റെ ചുറ്റിനും. നോക്കും, ടച്ച് മീ നോട്ട്, തൊട്ടാവാടി. നോക്കൂ, ഞാൻ തൊട്ടു, അത് വാടി. വീണ്ടും ഞാൻ തൊട്ടു, വാടിയില്ലല്ലോ. ഇങ്ങനെ അടീന്ന് കൊട്ടണേ, കൊണ്ടോ? സോ ഗൈസ്, ഞാൻ അവനെ കാണിക്കാൻ വേണ്ടി പയ്യെ ഡോറ് തുറന്നതാണ്. പക്ഷെ അവൻ ഓടാൻ ശ്രമിച്ചപ്പോഴത്തേക്കിനും പെട്ടെന്ന് കതകടിച്ച് അവൻ്റെ കാലൊന്ന് കുടുങ്ങിപ്പോയി. അപ്പോൾ പിന്നെ പപ്പ പറഞ്ഞു, എന്നാൽ ശരി, അവനെ അഴിച്ചു വിട്ടേക്ക് കുറച്ച് നേരം എന്ന്. ഹായ് ഗൈസ്, അപ്പോഴത്തേക്ക് വീട്ടിൽ കയറി. ആക്ച്വലി ഞങ്ങൾ അവനെ അഴിച്ചു വിടാൻ പോയതാ, പക്ഷെ അപ്പോഴത്തേക്കും മഴ പെയ്തു. അപ്പൊ പിന്നെ അവനെ പിന്നെയും കൂട്ടിലേക്ക് കയറ്റി. ഇപ്പൊ 2:30 ആയി. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് ഉണ്ടാക്കാണ് പപ്പ. ചോറും ചിക്കൻ കറിയും എന്തൊക്കെയോ. നല്ല മഴ. നമ്മളിതാ 3 മണിയായി. ഇപ്പോൾ ചോറും ചിക്കൻ കറിയും കഴിക്കാൻ പോവാണ്. ആൻഡ് ഞാൻ യൂഷ്വലി അവിടെ ആണ് ഇരുന്ന് കഴിക്കാറ്, പക്ഷെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്താ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം എഡിറ്റിംഗ് ഒക്കെ ചെയ്തു. നല്ല മഴയും തണുപ്പായിരുന്നു. അങ്ങനെ എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങാൻ പോയി. ഒരു 7:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. കാരണം നല്ല സുഖമായിരുന്നു പതിച്ചു മൂടി കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. ഇപ്പോഴും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കുക. ഇവിടെ നല്ല രസമുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇങ്ങനെ ഫാൻ്റെ കാറ്റ് പോലൊരു ശബ്ദം കേൾക്കാം. അത് അവിടെ വെള്ളം ചാട്ടത്തിൻ്റെ ശബ്ദമാണ് കേൾക്കണേ. അപ്പം അങ്ങനെ എൻ്റെ നടത്തമൊക്കെ കഴിഞ്ഞു. ആക്ച്വലി ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോഴും മഴ ചാറുന്നുണ്ടായി. അപ്പം പക്ഷെ ഇപ്പം കൂടി മഴ. അതുകൊണ്ടാണ് ഞാൻ ഈ പുതപ്പൊക്കെ വെച്ച് ചുറ്റി ഇരിക്കണത്. സോ ഹസനേട്ടാ നോക്ക്. നല്ല പുതച്ചു മൂടി കിടക്കാൻ പറ്റിയൊരു ക്ലൈമറ്റ്. സോ പോയി ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാനൊരു 2 മണിക്കൂർ ഉറങ്ങി. ഇനി എനിക്ക് ഉറക്കം കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല, എനിക്ക് ഉറങ്ങിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. സോ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. ആക്ച്വലി രാവിലെ ഇവിടെ കുറേ സ്ക്വിരലും കിളികളൊക്കെ ഉണ്ടായി. അത് ആക്ച്വലി ഞാൻ വേറെ ഫോണിലെ വീഡിയോ എടുത്തപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് സൈഡിൽ ആഡ് ചെയ്തതാണ് ആ വീഡിയോ. യെസ്, പിന്നെന്താണ്, ഇങ്ങനെ നല്ല സുഖമുണ്ട് ഇവിടെ. മഴയൊന്നും ഇല്ല, പക്ഷെ ആ ഒരു തണുപ്പുണ്ട്. ഇന്നലെ എൻ്റെ പൊന്നേ എന്തൊരു മഴയായിരുന്നു. പക്ഷെ ഇന്നും മഴ പെയ്യുമായിരിക്കും. നോക്കും മേളിലേക്ക് മഞ്ഞ്. ഈ സൈഡിലൊക്കെ ഫുൾ മഞ്ഞാണ്. ഇതിവിടെയൊക്കെ വെളുത്തിരിക്കുന്ന അവിടെ എല്ലാം മലയായിരുന്നു, പക്ഷെ അതെല്ലാം മഞ്ഞ് മൂടി. ഇവിടെ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി മൂടി വരുന്നു. യെസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്. ആൻഡ് നമ്മളുടെ കുട്ടനെ ഇന്ന് കൂടിലേക്ക് ഇട്ടു തിരിച്ച്. ഇതേ നമ്മളുടെ വെള്ളം പോണു. ഇറ്റ്സ് സോ ഗുഡ്. രാവിലെ തന്നെ അതാ മഞ്ഞൊക്കെ മൂടി മൂടി വരുന്ന കാണാം. കുറേ കിളികളുടെ ശബ്ദം കേൾക്കാം. ആൻഡ് വാട്ടർഫോളിൻ്റെ ശബ്ദം കേൾക്കാം. എനിക്കറിയില്ല ഈ ഫോണിൽ അത് എന്തുമാത്രം കേൾക്കുന്നുണ്ടെന്ന്, ബട്ട് ഇവിടെ നിന്ന് നല്ല വൃത്തിക്ക് കേൾക്കാം.
ഗൈസ്, ഇതാണ് ഹസൻ ചേട്ടൻ. നമ്മളുടെ എല്ലാമാണ്. ഹസൻ ചേട്ടൻ ഭയങ്കര മുത്താണ്. അയ്യോ, ക്യാമറ കാണിക്കണ ഇഷ്ടമല്ല, അതാ തിരിഞ്ഞിക്കണേ. നിർത്തി തിരിഞ്ഞോ. അയ്യേ, പറ്റിച്ചേ. ഗൈസ്, ഇവിടെ ഉണ്ടായ ഫ്രഷ് ഇഞ്ചി. സോ ഗൈസ്, ഇത് ഈൽ എന്ന് പറയുന്നൊരു പ്രാണി പോലത്തെ സാധനമാണ്. അപ്പോൾ ഇത് ലൈറ്റ് അട്രാക്ട് ചെയ്ത് രാത്രി വരും, രാവിലെ ആകുമ്പോഴത്തേക്കിനും ചത്ത് വീഴണതാണ്. അപ്പോൾ ഇത് ചത്ത് വീണ് കഴിയുമ്പോൾ ഇങ്ങനെ ഉറുമ്പുകൾ വന്ന് ഇതിനെ എടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ട് സ്റ്റോർ ചെയ്യും. കാരണം ഇപ്പം മഴ സീസൺ തുടങ്ങിയതുകൊണ്ട് അവർക്ക് മഴയത്ത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവർ വീട്ടിൽ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഇവർ ഈ ചുമന്ന് വെട്ടിക്കൊണ്ട് പോണേ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ എടുത്ത് എൻ്റെ സ്ഥിരം സ്ഥലത്ത് വന്നിരുന്നു. കാരണം ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ സ്ഥിരം സ്പോട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പപ്പയും ഹസൻ ചേട്ടനും കൂടി അവൻ്റെ കൂട്ടിൽ നെറ്റൊക്കെ ഇട്ട് കൊടുക്കായിരുന്നു. ഹസൻ ചേട്ടൻ കൂടിൻ്റെ അകത്തൊക്കെ ഇരുന്ന്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ദിവസം തീർന്നിരിക്കുന്നു. ജീപ്പ് വന്നു, ഇനി നമ്മൾ താഴെ പോവും. അണ്ട് പിന്നെ അവിടെ നിന്ന് ബാക്ക് ടു ഹോം. പിന്നെ എല്ലാം നാളെ തൊട്ടെല്ലാം പഴയ പോലെ നോർമൽ റുട്ടീൻ. നല്ല തണുപ്പും നല്ല സുഖമായിരുന്നു ഇവിടെ ജീവിതം. ബട്ട് തിരിച്ചു പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ടേക്ക് കെയർ. ബൈ.